എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും സംഭവം നല്ല കിടിലനാണ്. വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ 4ആയിട്ട് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കീറിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് പുരട്ടി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങി നല്ല സെറ്റായിട്ടിരിക്കും. അരമണിക്കൂറിൽ കൂടുതൽ വയ്ക്കാമെങ്കിൽ അത്രയും നല്ലത്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റാക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് താളിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കടുക് വറുത്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ എല്ലാം വഴറ്റിയെടുത്ത് അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ടാണ് അച്ചാർ കേടുകൂടാതെ മാസങ്ങളോളം ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പറ്റുമെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തീ മീഡിയം അല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ക്വാണ്ടിറ്റി കുറവാണല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ ഇത് ഉലുവയും ജീരകവും കടുകും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് എണ്ണ തെളിഞ്ഞ് തുടങ്ങും. അതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക്. അതിനുശേഷം നമ്മളിതാ ഉപ്പും കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്ന പുളി കണ്ടോ, വെള്ളം ഇറങ്ങിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടങ്ങ് നമ്മൾ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷവും നന്നായിട്ട് ഇളക്കി നമ്മുടെ അച്ചാറൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കിയാലും നമ്മുടെ മെയിനായിട്ടുള്ള അതായത് പുളിയാണെങ്കിൽ പുളി, പിന്നെ മാങ്ങയാണെങ്കിൽ മാങ്ങ, അത് ചേർത്തതിന് ശേഷം ഒത്തിരി വേകാൻ അനുവദിക്കരുത്. വേകാൻ അനുവദിക്കാതെ പാകത്തിന് നമ്മളൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മുടെ എത്ര കൺസിസ്റ്റൻസി വേണമോ ആ പാകത്തിന്. അല്ലാതെ തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല. തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിനാഗിരി കൂടി ഇട്ടിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളി അച്ചാർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വിനാഗിരിയുടെ അത്രയ്ക്ക് ആവശ്യമില്ല. എന്നാലും ഇത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കിട്ടിയതല്ലേ, ഇപ്പോൾ പൊന്നുപോലെ സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള അച്ചാറുകളിൽ വിനാഗിരി യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പുളി അരിഞ്ഞു വെച്ച പാത്രത്തിൽ തന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ വെള്ളം യൂസ് ചെയ്യുന്നതും അച്ചാറിൻ്റെ ഒരു എന്താ പറയുക ലോങ് ലാസ്റ്റിങ് കുറഞ്ഞു വരും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടി യൂസ് ചെയ്ത് ഒരു ടീസ്പൂൺ മാത്രം, 1-2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വിനാഗിരി. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പുളി വെന്ത് പോകാത്ത രീതിയിൽ വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ. ഇത് തുറന്ന് വരുമ്പോഴത്തേക്കും അച്ചാറിൻ്റെ ഒരു മണമുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. എന്തൊക്കെ കറികളുണ്ടെങ്കിലും ഒരു പീസ് അച്ചാറും കൂട്ടി ചോറ് കഴിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ നോക്കാം. കാരണം നമ്മൾ പുളിയിലാണല്ലോ ചേർത്ത് വെച്ചത്. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് എഴുതി അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.